ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 76. ഈശോ പരീക്ഷിക്കപ്പെട്ട പാറയിലേക്ക് തിരിച്ചു വരുന്നു. നിശബ്ദരായി ഒന്നിനു പിറകെ ഒരാൾ എന്ന രീതിയിൽ കുത്തനെയുള്ള ഒരു വഴിയെ അവർ മലയിറങ്ങി. കൂർത്ത കല്ലുകളും പാറക്കഷണങ്ങളും കൊണ്ട് നടക്കാൻ പ്രയാസമാണ്. ഇരുഭാഗത്തും മുൾച്ചെടികളാണ്. പക്ഷേ നിരപ്പായ സ്ഥലത്ത് കുറെ കൂടി വേഗം നടക്കാം. അവർ മണിക്കൂറുകൾ നടന്നു. പണ്ട് ഈശോയെ പരീക്ഷിച്ച പാറയുടെ അടുത്തെത്തുമ്പോൾ ഈശോ നിൽക്കുന്നു. നമുക്കിവിടെ അല്പസമയം ചെലവഴിക്കാം, ഇവിടെ ഇരിക്കാം, താമസിയാതെ നേരം വെളുക്കും. നമ്മൾ 6 മണിക്കൂർ നടന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവും. കുറച്ച് റൊട്ടിയും ചീസും പുറത്തെടുത്തു എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നു. തുകൽ സഞ്ചിയിൽ നിന്നും വെള്ളം ഒരു ചെറിയ പാത്രത്തിലെടുത്ത് എല്ലാവരും മാറി മാറി കുടിച്ചു. ഗുരു, അങ്ങൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ഞാൻ എപ്പോഴെങ്കിലും പ്രലോഭനത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന്. പിതാവേ, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് മിശിഹായായ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രലോഭനങ്ങളെ ചെറുക്കാൻ ശക്തി സമ്പാദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നി. ഞാൻ തീർത്തും ക്ഷീണിതനായിരുന്നു. 40 ദിവസമായിരുന്നു എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട്. ദൈവവുമായി സംഭാഷണം നടത്തുമ്പോൾ അനുഭവപ്പെടുന്ന സന്തോഷത്തിനിടയിൽ അതെല്ലാം മറന്നുപോയി. വിശപ്പ് ഒരസ്വസ്ഥത മാത്രമായി ഞാൻ അതിനെ കണ്ടു. പിന്നെ ഞാൻ ലോകത്തിലേക്ക് വന്നു. ലോകത്തിൻ്റെ രീതികൾ, ആവശ്യങ്ങൾ എനിക്കും ബാധകമായി. എനിക്ക് വിശന്നു, ദാഹിച്ചു. എല്ലാ മനുഷ്യർക്കും അനുഭവപ്പെടുന്ന ക്ഷീണവും ബലഹീനതയും അനുഭവപ്പെട്ടു. അതുപോലെ എനിക്കും ഒരു ഹൃദയമുണ്ട്. അമ്മയിൽ നിന്ന് അകന്നിരിക്കുന്നതിൽ വിഷമം തോന്നി. ഞാൻ കരഞ്ഞു. വിഷാദം അത് പിശാചിൻ്റെ ഒരു ചൂണ്ടയാണ്. ആരെങ്കിലും ആത്മീയമായി പരിക്ഷീണനാണെന്ന് കണ്ടാൽ ഉടൻ പിശാച് അടുത്തെത്തും. അവൻ വന്നു. കാരുണ്യവാനായ ഒരു വഴിയാത്രക്കാരൻ്റെ വേഷത്തിൽ അവൻ വന്നു. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. 30 വയസ്സ് പ്രായം. അയാൾ എന്നെ സഹായിക്കാൻ തയ്യാറായി. അയാൾ പറഞ്ഞു, ഈ കല്ലുകളോട് അപ്പമായി മാറാൻ പറയൂ. അതിനു മുമ്പ് അയാൾ സ്ത്രീകളെ പറ്റി സംസാരിച്ചു. ലോകത്തിന് വിജയം നേടാൻ ഏറ്റവും പറ്റിയ സഹായി സ്ത്രീയാണെന്ന് പറഞ്ഞു. വിശപ്പിനെയും സ്ത്രീയുടെ ആകർഷണത്തെയും ഞാൻ കീഴടക്കി. വയറിൻ്റെ വിശപ്പടക്കുന്നത് കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രലോഭനം അവസാനിച്ചില്ല. എൻ്റെ ദൗത്യത്തെപ്പറ്റി സംസാരിച്ച് യുവാവായ എന്നെ വീഴിക്കാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടപ്പോൾ അവൻ്റെ നോട്ടം മിശിഹായിലായി. ദേവാലയത്തിൽ കൊള്ളരുതായ്മ ചെയ്യുന്ന പുരോഹിതന്മാരെ അമർച്ച ചെയ്യാൻ ഒരത്ഭുതം പ്രവർത്തിക്കാൻ എന്നെ ഉപയോഗിച്ചു. നമ്മുടെ വ്യക്തിപരമായ മഹത്വം ഉറപ്പുവരുത്താനുള്ളതല്ല ദൈവിക ശക്തിയും അത്ഭുതങ്ങളും. ആരും ദൈവത്തെ പരീക്ഷിക്കരുത്. മാനുഷികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതാണ്. നിന്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവന് കുലുക്കമൊന്നുമില്ല. അവൻ 3ാമത്തെ പ്രലോഭനവുമായി വന്നു. സ്വർണത്തിൻ്റെ, ധനത്തിൻ്റെ രാജാവായ പിശാച് അവൻ്റെ സ്വർണം എനിക്ക് വാഗ്ദാനം ചെയ്തു. പകരമായി അവനെ വണങ്ങണം. അനശ്വരമായ ദൈവവചനം ഉരുവിട്ട് ഞാൻ അവനെ തകർത്തു. ഞാൻ അവനോട് പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, വേറെ ആരെയും ആരാധിക്കരുത്. ഇതെല്ലാം സംഭവിച്ചത് ഇവിടെ വച്ചാണ്. അപ്പോൾ മാലാഖമാരെത്തി. 3 മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു യുദ്ധം ജയിച്ചു മനുഷ്യനായിരിക്കുക എന്നാൽ എന്തെന്ന് മനുഷ്യപുത്രൻ മനസ്സിലാക്കി. നീണ്ടുനിന്ന ഉപവാസത്തേക്കാൾ വലുതായിരുന്നു ഈ പ്രലോഭനവും അതുണ്ടാക്കിയ മാനസിക സംഘർഷവും. അവസാനം അരൂപി വിജയിച്ചു. അറിവുള്ള ഒരു പരിപൂർണ സൃഷ്ടിയായി ഞാൻ മാറുന്നത് കണ്ട് സ്വർഗവാസികൾ അത്ഭുതപ്പെട്ടിരിക്കും. എനിക്ക് അത്ഭുതം പ്രവർത്തിക്കാനുള്ള സിദ്ധി ലഭിച്ചത് ആ നിമിഷം മുതലാണ്. ഞാൻ പിതാവിനോട് സഹായം അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ശക്തിക്കപ്പുറം എന്നെ പരീക്ഷിക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളും ഞാൻ ചെയ്തതുപോലെ എൻ്റെ നാമത്തിൽ എല്ലാം ചെയ്ത് വിജയം കൈവരിക്കണം. ജീവിതത്തിലെ എല്ലാ പ്രലോഭനങ്ങളിലും ഞാൻ അടിപതറാതെ നിന്നു. ഇന്ദ്രിയങ്ങളുടെയും ഭോഗാസക്തിയുടെയും ആക്രമണത്തെ ഞാൻ ചേർത്ത് തോൽപ്പിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു കൊള്ളണം. അവർ യാത്ര തിരിച്ചു. അപ്പോൾ കിഴക്ക് പുതിയൊരു ദിവസം പിറന്നതിൻ്റെ നാന്ദിയായിരുന്നു. അവർ ജോർദാൻ കടവിലെത്തിയപ്പോൾ ആട്ടിടയൻ ജോസഫ്, ജോൺ, മത്യാസ്, സൈമൺ എന്നീ ആട്ടിടയന്മാർക്ക് ഈശോയെ കാണിച്ചു കൊടുക്കുന്നു. അവർ ഈശോയുടെ അടുത്തെത്തി. ഈശോ അവർ വരുന്നത് കണ്ട് ആശ്ലേഷിക്കാൻ എന്നോണം കൈകൾ ഉയർത്തി. സൈമൺ, നിനക്ക് സമാധാനം. ജോൺ, മത്യാസേ, നിനക്ക് സമാധാനം. ഈശോ ജോസഫിൻ്റെ മുഖത്ത് ചുംബിക്കുന്നു. മറ്റു 3 പേരും മുട്ടുകുത്തി നിൽക്കുന്നു. ഈശോ ഓരോരുത്തരെയും സൂക്ഷിച്ചു നോക്കുന്നു. നിങ്ങളുടെ മുഖം ഞാൻ കാണട്ടെ.
നിങ്ങളുടെ ആത്മാക്കൾ എനിക്ക് പരിചിതമാണ്. ലൗകികമായ എല്ലാ മോഹങ്ങളും ഉപേക്ഷിച്ച് നന്മയെ സ്നേഹിക്കുകയും തേടുകയും ചെയ്യുന്ന ആത്മാക്കൾ. എൻ്റെ അമ്മയും നിങ്ങളെ അന്വേഷണം അറിയിക്കുന്നു. അവരുമായി മരത്തണലിൽ ഇരുന്ന് ഈശോ സംസാരിക്കുന്നു.